വേനൽ കടുക്കുന്നതോടെ തണുപ്പ് തേടി പാമ്പുകൾ വീടുകളിലേക്ക് എത്തുന്നത് പതിവാകുന്നു. ശരീര താപനില ക്രമീകരിക്കാനായി തണുപ്പുള്ള ഇടങ്ങൾ തേടിയാണ് ഇവ എത്തുന്നത് എന്ന് നിലമ്പൂർ സൗത്ത് RRT അംഗം KK മണികണ്ഠകുമാർ ഈ കാര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. ചൂടുകാലം പാമ്പുകളുടെ പ്രജനന സമയം കൂടിയായതിനാൽ വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങളെ കൂടുതലായി ഈ സമയത്ത് കാണാൻ സാധിക്കും. വലുപ്പത്തിൽ ചെറുതാണെങ്കിലും മാരക വിഷമുള്ള മൂർഖൻ, വെള്ളിക്കെട്ടൻ, അണലി എന്നിവയുടെ കുഞ്ഞുങ്ങളാണ് കൂടുതലായി കണ്ടുവരുന്നത്. ജലസംഭരണികൾ, കുളിമുറികൾ, ഗോവണിപ്പടികൾ, ചെരുപ്പുകൾ വയ്ക്കുന്ന ഇടങ്ങൾ എന്നിവിടങ്ങളിൽ പാമ്പുകൾ ഒളിഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. വീടിനോട് ചേർന്നുള്ള വള്ളിച്ചെടികളിലൂടെയോ മരക്കൊമ്പുകളിലൂടെയോ ഇവ വീടിനുള്ളിൽ കയറിപ്പറ്റാം. ജനലുകളും വാതിലുകളും കൃത്യമായി അടയ്ക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് പാമ്പ് കടിയേറ്റ് 16 പേരാണ് മരിച്ചതെങ്കിൽ 2024-25 കാലയളവിൽ ഈ സംഖ്യ 34 ഉയർന്നു. ഈ വർഷം തൃശൂരിൽ 8 വയസ്സുകാരൻ പാമ്പ് കടിയേറ്റ് മരിച്ചത് വലിയ നടുക്കമാണ് ഉണ്ടാക്കിയത്. എന്നാൽ അപകടങ്ങൾ കുറയ്ക്കാൻ വനംവകുപ്പിന്റെ സർപ്പ മൊബൈൽ ആപ്പ് വലിയ സഹായമാകുന്നുണ്ട്. നിലവിൽ 1600 അംഗീകൃത പാമ്പ് പിടുത്തക്കാർ വനംവകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്നു. ജില്ലയിൽ മാത്രം 250 വോളണ്ടിയർമാരുടെ സേവനം ലഭ്യമാണ്. നിസാരമെന്ന് കരുതുന്ന ഒരു അശ്രദ്ധ വലിയ അപകടങ്ങളിലേക്ക് നയിച്ചേക്കാം. വനംവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുക വഴി നമുക്ക് ഈ വേനൽക്കാലത്തെ അപകടരഹിതമാക്കാം. കേരള വിഷൻ, വണ്ടൂർ.